The following program does not promote drug and substance abuse in any way. It, however, aims to discourage the vice by exposing its detrimental effects. നിങ്ങൾക്കറിയാമോ വാർത്തകളിൽ നിറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്താണെന്ന്? ഹൈബ്രിഡ് കഞ്ചാവ് അഥവാ ലഹരിയുടെ പുതിയ രാജാവ്. കഞ്ചാവ്, ചരസ്, ബ്രൗൺ ഷുഗർ എന്നിങ്ങനെ പലതിനെക്കുറിച്ചും നാം ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും. കഞ്ചാവിൽ തന്നെ നീലച്ചടയൻ നമ്മൾ മലയാളികൾക്ക് സുപരിചിതവുമാണല്ലോ. ഇടുക്കി ഗോൾഡും അങ്ങനെ തന്നെ. സുപരിചിതം എന്ന് പറയുമ്പോൾ മലയാളികൾ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് അടുപ്പ് കത്തിക്കുന്നതിന് പകരം നീലച്ചടയനും ഇടുക്കി ഗോൾഡുമൊക്കെ പുകച്ച് തള്ളുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതരുത്. പണ്ടുകാലത്തെ പത്രങ്ങളിലും ആഴ്ചപ്പതിപ്പുകളിലും സിനിമകളിലുമെല്ലാം നാം കേട്ടുപഴകിയ വാക്കുകളാണ് അത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. MDMA, LSD, കൊക്കൈൻ, ക്രിസ്റ്റൽ മെത്ത് തുടങ്ങിയ ന്യൂ ജനറേഷൻ പേരുകളും നമുക്കിപ്പോൾ സുപരിചിതമാണ്. എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പുതിയ പേര് അടുത്ത കാലത്താണ് കേരളത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചു തുടങ്ങിയത്. നിലവിൽ ഈ ലഹരി വസ്തു അപൂർവമായി മാത്രമാണ് പിടിക്കപ്പെടുന്നത്. കാരണം ഇതിൻ്റെ വില സാധാരണ കഞ്ചാവിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ്. ഹൈബ്രിഡ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. നിയന്ത്രിത താപനിലയും ഈർപ്പവും ഉറപ്പാക്കി പ്രത്യേക സമയക്രമത്തിൽ വിളവെടുക്കേണ്ട ഒരു സങ്കീർണ പ്രക്രിയയാണത്. ഇതിൻ്റെ ഉയർന്ന വിലയും അപൂർവതയും ലഹരി പ്രേമികൾക്കിടയിൽ ഇതിനെ ഒരു പ്രീമിയം വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പച്ചപ്പിൻ്റെ നാട് ഇന്നൊരു പുതിയ ഭീഷണിയുടെ നിഴലിലാണ്. ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പുതിയ തലമുറയിലെ മയക്കുമരുന്ന് യുവാക്കളെ മാത്രമല്ല സമൂഹത്തിൻ്റെ തന്നെ അടിത്തറയെ ദുർബലമാക്കുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ്? എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഇത്രയധികം ശ്രദ്ധ നേടുന്നത്? ഇതിൻ്റെ ഉപയോഗം എന്ത് അപകടങ്ങളാണ് വരുത്തി വയ്ക്കുന്നത്? കിലോയ്ക്ക് 1 കോടി രൂപ വിലയുള്ള ഈ സാധനം എന്താണ്? ഇവിടെ എങ്ങനെ എത്തി? തുടങ്ങിയ നിരവധി അനവധിയായ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയാണ് ഇക്കുറി നമ്മൾ പോകുന്നത്. കേരളത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ മുതൽ പ്രായമായവർ വരെ, പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലാവുന്ന വാർത്തകൾ നാം ദിവസവും കേൾക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയവർ പോലും ഈ കെണിയിൽ വീണുപോകുന്നുണ്ട്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന സത്യം എന്തെന്നാൽ ഇവരിൽ പലരും സ്വന്തം ഉപയോഗത്തിനുള്ള ലഹരി ലഭിക്കാൻ വേണ്ടിയാണ് വാഹകരായി അല്ലെങ്കിൽ ക്യാരിയർമാരായി മാറുന്നത്. ചിലർക്ക് ആഡംബര ജീവിതത്തിനുള്ള പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴിയായും ഇത് മാറുകയാണ്. പക്ഷേ ഒരിക്കൽ ഈ ചതിക്കുഴിയിൽ വീണാൽ പുറത്തു കടക്കുക എന്നത് അസാധ്യമാണ്. ജീവിതം തന്നെ തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. വ്യത്യസ്ത ഇനത്തിലുള്ള കഞ്ചാവ് ചെടികളെ സംയോജിപ്പിച്ച് പ്രത്യേക അന്തരീക്ഷ ഊഷ്മാവിൽ നട്ടുവളർത്തി കൃത്യസമയത്ത് വിളവെടുത്താൽ മാത്രമേ ഹൈബ്രിഡ് കഞ്ചാവ് ആവുകയുള്ളൂ. വിത്തും വിളവും മൂപ്പുമെല്ലാം കൃത്യമായിരിക്കണം എന്നർത്ഥം. ചില മരുന്നുകളുടെ ഉൽപ്പാദനത്തിനായാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. എന്നാൽ കഞ്ചാവിനങ്ങളിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് മാരക ലഹരി നൽകുന്ന ഇവനെ വലിയ വില കൊടുത്ത് വാങ്ങി ലഹരിയിൽ ആറാടാൻ തയ്യാറായി ആളുകൾ എത്തിയതോടെ ഹൈബ്രിഡ് കഞ്ചാവ് എന്നത് ലഹരി വിപണിയിലെ VVIP ആയി മാറുകയായിരുന്നു. സാധാരണ കഞ്ചാവ് ചെടി പോലെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ കഴിയുന്നതല്ല ഇത് എന്നത് തന്നെയാണ് ഇവൻ്റെ വില കൂടുന്ന പ്രധാന ഘടകം. വ്യത്യസ്ത ഇനത്തിലുള്ള കഞ്ചാവ് ചെടികളെ സംയോജിപ്പിച്ച് രൂപപ്പെടുത്തുന്ന ചെടികൾ നട്ട് പ്രത്യേക അന്തരീക്ഷ ഊഷ്മാവിൽ വേണം ഇവനെ വളർത്തിയെടുക്കാൻ. ചൂടൊന്ന് മാറിയാൽ പരുവം തെറ്റിപ്പോകും എന്നർത്ഥം. സാധാരണ കഞ്ചാവിനേക്കാൾ ലഹരി കൂടുതലാണ് എന്നത് തന്നെയാണ് ഹൈബ്രിഡ് കഞ്ചാവിനെ വ്യത്യസ്തമാക്കുന്നതും. കഞ്ചാവിൻ്റെ ചരിത്രവും ഉത്ഭവവും പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ കഞ്ചാവിൻ്റെ ഉപയോഗമുണ്ട് എന്നത് ഒരു സത്യമായ കാര്യമാണ്. നമ്മുടെ നാടൻ കഞ്ചാവിന് മന്ത്രവുമായും തന്ത്രവുമായ എല്ലാം സ്വല്പം ബന്ധവുമുണ്ട്. പുരാതന കാലത്ത് കഞ്ചാവ് ചെടിയെ മാന്ത്രിക ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നതിനാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലഹരിക്ക് ഒരു ദൈവിക മാനവും ചിലർ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഈ ചെടി ലഹരിക്ക് വേണ്ടി മാത്രം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. കനാബിസ് ഇൻഡിക്ക എന്നാണ് ശാസ്ത്രീയമായി ഇത് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഗഞ്ചിക എന്നും നേപ്പാളിൽ ഗഞ്ച എന്നും പേര് ലഭിച്ച ഈ ചെടി ചില സന്യാസിമാർ ഇപ്പോഴും ധ്യാനത്തിനും മാനസിക ഉത്തേജനത്തിനുമൊക്കെയായി ഉപയോഗിക്കാറുള്ളതായി പറയപ്പെടുന്നുണ്ട്. കഞ്ചാവ് എന്ന മലയാള പദം ഈ പഴയ പേര് പരിണമിച്ച് വന്നതാണെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് കഞ്ചാവിനെ മദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവരിൽ ഉന്മേഷം കൂടുതലായിരിക്കും. മാത്രമല്ല ഇവരുടെ കേൾവിശക്തി അതികൂർമ്മവുമാകും. വിശപ്പും കാര്യമായി വർദ്ധിക്കും. ഇവർക്ക് ഭക്ഷണത്തിൻ്റെ രുചിയും മണവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. എന്നാൽ നിരന്തരമുള്ള ഉപയോഗം മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും ഇല്ലാതാക്കും. കാരണം ഹൈബ്രിഡ് കഞ്ചാവിൽ ലഹരിയുടെ അംശം കൂടുതലായിരിക്കും.
ലഹരി പ്രേമികൾക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന് പ്രീമിയം പദവി ലഭിക്കാൻ കാരണം തന്നെ അതിൻ്റെ അസാധാരണമായ ശക്തി തന്നെയാണ്. കൂടുതൽ ഊർജ്ജം നൽകി തലച്ചോറിനെ കൂടുതൽ ഉണർത്തുകയാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ റോൾ. സാധാരണ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ അളവിൽ ലഹരി ലഭിക്കുകയും അത് മണിക്കൂറുകളോളം നിലനിൽക്കുകയും ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം എത്രയോ മടങ്ങ് ഇരട്ടിയാകും എന്നത് തന്നെ. ഇതുതന്നെയാണ് ഇതിൻ്റെ ഗുണമായി ലഹരി പ്രേമികൾ കണക്ക് കൂട്ടുന്നത്. ചിലർ ഹൈബ്രിഡ് കഞ്ചാവിനൊപ്പം MDMA, LSD പോലെയുള്ള ചില സിന്തറ്റിക് ലഹരി വസ്തുക്കളും ചേർക്കാറുണ്ടത്രേ. ഇതിൽ ചേർക്കുന്ന രാസഘടകങ്ങളുടെ തോതനുസരിച്ചാണ് ഹൈബ്രിഡ് കഞ്ചാവുകളുടെ വില നിശ്ചയിക്കുന്നത്. 1 ഗ്രാമിന് ആയിരക്കണക്കിന് രൂപ വരെ വില വരാറുണ്ട്. ഇവൻ നാടനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേരളത്തിൽ തദ്ദേശീയമായി ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഇവൻ ഇവിടേക്ക് എത്തുന്നു എന്ന ചോദ്യവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ? ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്ന വഴികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് സംസ്ഥാനത്തേക്ക് എത്തുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര കടൽ റൂട്ടുകൾ വഴിയും ഇത് കേരളത്തിലേക്ക് എത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊറിയർ വഴിയോ യാത്രക്കാരുടെ ലഗേജിലോ വിമാനമാർഗവും ഇത് എത്താറുണ്ട്. അടുത്തിടെ വിവിധ വിമാനത്താവളങ്ങളിലായി അധിക രൂപത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. എന്നാൽ ഇത് ചെറിയ തോതിൽ മാത്രമാണ് കേട്ടോ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് നേരിട്ടാണ് വലിയ കച്ചവടങ്ങൾ ഏറെയും നടക്കുന്നത്. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് ഇവിടുത്തെ കഞ്ചാവുമായി കൂട്ടിക്കലർത്തിയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നതെന്നാണ് പിടിക്കപ്പെടുന്നവർ പറയുന്നത്. തായ്ലൻഡിൽ എത്തിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങുന്നത്. അവിടുത്തെ ചില സ്പാകൾക്ക് സമീപം ഇത് ഉപയോഗിച്ച് നോക്കാനും പിന്നീട് വിലയ്ക്ക് വാങ്ങാനും കഴിയുമെന്ന് പിടിയിലാകുന്നവർ മൊഴി നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിയാണ് ഇവയുടെ വിപണനമെന്ന് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തോടൊപ്പം അടിക്കടി തായ്ലൻഡ് യാത്ര നടത്തുന്നവരെ നിരീക്ഷിക്കാനും കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത് ബാഗേജിലെ വസ്ത്രങ്ങൾക്കിടയിലും മറ്റും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പലഹാരമെന്ന് തോന്നുന്ന വിധത്തിലാണ്. ഒരു പ്രത്യേകതരം പേപ്പറുകളിട്ടാണ് ഇവ പൊതിയുക. അതിനാൽ സ്ക്രീനിങ്ങിലും മറ്റും ഇവ തിരിച്ചറിയുകയില്ല. കേരളത്തിലെ തീരപ്രദേശങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഈ ലഹരി വസ്തുക്കളുടെ വിതരണത്തിനുള്ള ഹബ്ബുകളായി മാറിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സാപ്പും ടെലഗ്രാമും ഇൻസ്റ്റാഗ്രാമും പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇതിൻ്റെ വിൽപ്പനയും ബുക്കിങ്ങും നടക്കുന്നതായി പോലീസ് കണ്ടെത്തിയത്. കേരളത്തിലെ യുവാക്കളാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ പ്രധാന ലക്ഷ്യം. കോളേജ് വിദ്യാർത്ഥികൾ, IT ജീവനക്കാർ, ചെറുപ്പക്കാർ എന്നിവർ ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പാർട്ടികൾ, രഹസ്യ സ്ഥലങ്ങൾ, ബീച്ചുകൾ, ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം വ്യാപകമാണ്. ഒരു തവണ പരീക്ഷിച്ചാൽ മതി എന്ന തോന്നലും സമപ്രായക്കാർക്കിടയിലെ സമ്മർദ്ദവും ഇതിലേക്ക് യുവതയെ തള്ളിവിടുന്നു. ഞാൻ മുമ്പ് MDMAയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ നിരവധി പേർ കമൻറ്റ് ചെയ്തത് ആ വീഡിയോ കണ്ടാൽ ഉപയോഗിക്കാൻ തോന്നും എന്നായിരുന്നു. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം ഉപയോഗത്തിലൂടെ താൽക്കാലികമായി കിട്ടുന്ന സുഖത്തെക്കുറിച്ചും പരാമർശിക്കുന്നത്. അത് കേട്ട് എന്നാൽ പിന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗിച്ചാൽ ശരീരത്തിനും മനസ്സിനും സംഭവിക്കുന്നത് എന്താണെന്ന് കൂടി അറിയണം. കഞ്ചാവ് കേന്ദ്ര നാഡീവ്യൂഹത്തെ ശക്തമായി ബാധിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നവർക്ക് താൽക്കാലികമായി ഉന്മേഷവും ഉത്തേജനവും അനുഭവപ്പെടും. കേൾവിശക്തി അതീവ തീക്ഷ്ണതയിലായിരിക്കും. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും കൂടുതൽ ആസ്വാദ്യകരമാകും. വിശപ്പ് അനിയന്ത്രിതമായി വർദ്ധിക്കുക തുടങ്ങിയവയ്ക്കാണ് ഇതിൻ്റെ പ്രധാന ഫലങ്ങൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൻ്റെ ദീർഘകാല ഉപയോഗം മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പൂർണ്ണമായും തകർക്കും. ഓർമ്മ നഷ്ടപ്പെട്ട് തളർന്നു വീഴുന്ന അവസ്ഥയിലേക്കും പെട്ടെന്ന് തന്നെ മരണത്തിലേക്കും ഇത് എത്തിക്കും. മാത്രമല്ല പഠനത്തിൽ പിന്നോക്കം പോകൽ, ജോലിയിൽ പ്രകടനം കുറയൽ, മാനസിക പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, വിഷാദം, മനോവിഭ്രാന്തി, ഹൃദയമിടിപ്പ് വർദ്ധിക്കൽ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ദീർഘകാല പാർശ്വഫലങ്ങൾ അറിയാതെയാവാം പലരും ഇത്തരം ലഹരിക്ക് അടിമകളാകുന്നത്. ആസക്തി അഥവാ അഡിക്ഷൻ മൂലം സാമ്പത്തികവും സാമൂഹികവുമായ തകർച്ചയും ഇത് ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സിനിമകളിലും മറ്റും കാണുന്നത് പോലെ കേരളം വിദൂരത്തിലല്ലാതെ തന്നെ സോംബികളുടെ നാടായി മാറിയേക്കാം. കേരള പോലീസിൻ്റെ ലഹരി വിരുദ്ധ സേന ഹൈബ്രിഡ് കഞ്ചാവിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 2024 മാത്രം 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് ടൺ കണക്കിന് കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കടത്ത് തടയാൻ അന്താരാഷ്ട്ര സഹകരണവും ആധുനിക സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ശക്തമാക്കുകയും കടത്തുകാർക്കും വിതരണക്കാർക്കും കർശന ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം. കൂടാതെ നമ്മുടെ യുവതലമുറയെ നിരീക്ഷിക്കാനും അവർക്ക് വൈകാരിക പിന്തുണ നൽകാനും കുടുംബങ്ങൾ മുൻകൈയെടുക്കുകയും വേണം. ഒരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഹൈബ്രിഡ് കഞ്ചാവ് ഒരു പരീക്ഷണമല്ല. ഇത് ജീവിതം തകർക്കുന്ന ഒരു വിഷമാണ്. നിങ്ങളുടെ ഒരു തെറ്റായ തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി തകർക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വയ്ക്കുക. കേരളത്തിൻ്റെ യുവത്വം നശിക്കുന്നത് തടയാൻ നമുക്കൊന്നിച്ചു നിൽക്കാം. ഈ നിരോധിത ലഹരിയോട് നമുക്ക് വലിയ ഒരു നോ തന്നെ പറയാം.